അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ അർക്കാനു സ്വലാത്ത് എന്ന ഭാഗമാണ്. നിസ്കാരത്തിന് മൊത്തം 14 റുക്കനുകളാണുള്ളത്. ഈ റുക്കനുകളെ നമ്മൾ നിസ്കാരത്തിലെ ഫർളുകൾ എന്നും വിളിക്കാറുണ്ട്. നിസ്കാരത്തിന് 14 റുക്കനുകളുണ്ട്. ഈ റുക്കിനെ തന്നെ നമ്മൾ ഫർള് എന്നും വിളിക്കാറുണ്ട്. ഈ റുക്കിന് ഫർള് എന്നൊക്കെ പറഞ്ഞാൽ നിസ്കാരത്തിൽ പെട്ട കാര്യമാണ്, എന്നാൽ അതില്ലാതെ നിസ്കാരം ശരിയാവുകയില്ല. അങ്ങനത്തെ 14 കാര്യങ്ങളുള്ളത്. ഈ 14 കാര്യങ്ങളും നമുക്ക് കൃത്യമായി അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു നോക്കാം. ആദ്യം നമുക്ക് നിസ്കാരത്തിൻ്റെ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കാം. നിസ്കാരത്തിൻ്റെ ആദ്യത്തെ 3 ഫർളുകളാണ്. ഒന്ന് നിയ്യത്ത്. നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് നിയ്യത്ത് വേണം. അത് ഉസല്ലി ഫർളൽ ളുഹരി അല്ലെങ്കിൽ ഉസല്ലി ഫർളൽ മഗ്രിബി, ഉസല്ലി ഫർളൽ ഇശായി എന്നൊക്കെ പറയുന്നതാണ് എന്ത്, നിയ്യത്ത്. അതിൽ 3 കാര്യങ്ങൾ നിയ്യത്തിൽ നിർബന്ധമായിട്ടും വേണം. ഒന്നാമത്തത് നിസ്കാരം ഏതാണെന്ന്, രണ്ടാമത്തത് ഫർളാണ് എന്നുള്ളത്, അതേപോലെ ഉസല്ലി എന്നുള്ളത്, അഥവാ ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു, ഏത് ഫർളാണോ ആ ഫർള്, അതേപോലെ ഏത് നിസ്കാരമാണോ ആ നിസ്കാരം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിസ്കാരം നമ്മൾ നിയ്യത്തിൽ ഉൾപ്പെടുത്തണം. ബാക്കിയുള്ളതൊക്കെ സുന്നത്താണ്. അടുത്തത് അപ്പോൾ ഒന്ന് നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം കൈ കെട്ടുന്നതിന് രൂപ പറഞ്ഞത്, നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ കൈ ഉയർത്തണം. ഷോൾഡറിൻ്റെ നേരെ കൈ ഉയർത്തുക, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടുക. ഈ കൈ എവിടെയാണ് നമ്മൾ കെട്ടേണ്ടത്, അതും കൂടെ ഇതിൽ പറയുന്നുണ്ട്. കൈ എവിടെയാണ് നമ്മൾ കെട്ടേണ്ടത്? നമ്മുടെ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗത്ത്, നെഞ്ചിൻ്റെ താഴെയും അതേപോലെ പൊക്കിളിൻ്റെ മുകളിലുള്ള സ്ഥലത്താണ് കൈ കെട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് പറഞ്ഞു, 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, മൂന്നാമത്തേത് അൽ ഖിയാമു ബിൽ ഖാദിരി. അൽ ഖിയാമ്, നിൽക്കാൻ കഴിവുള്ളോ നിൽക്കണം. ഇനി ഒരാൾക്ക് നിൽക്കാൻ കഴിവില്ല, നിൽക്കുക, കാലിന് മുട്ടുവേദനയുണ്ട് അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിന്ന് നിസ്കരിക്കുന്നവനും ഇരുന്ന് നിസ്കരിക്കുന്നവനും നിർബന്ധമാണെന്ന്, അവൻ്റെ നെഞ്ച് ചെസ്റ്റ് എങ്ങോട്ടാവണം, കിബിലയിലേക്കാവൽ നിർബന്ധമാണ്. ഇനി ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുമ്പോൾ ചിരിഞ്ഞ് കടന്ന് നിസ്കരിക്കാം. അതിന് കഴിയാത്തവനാണെങ്കിൽ അവന് മലർന്ന് കടന്ന് നിസ്കരിക്കാം. ഇനി അതിനും കഴിയാത്തവനാണെങ്കിലും കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടൊക്കെ നിസ്കരിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ ഇത് 3 എണ്ണം നമ്മൾ ഇതിൽ പഠിച്ചു. 1 നിയ്യത്ത് പഠിച്ചു, തക്ബീറത്തുൽ ഇഹ്റാം പഠിച്ചു, 3 ഖിയാമ് പഠിച്ചു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ 4ാമത്തെ ഒരു കാര്യം കൂടെ ഈ ഖിയാമിൽ പഠിക്കുന്നുണ്ട്. അത് ഫാത്തിഹയാണ്. ഫാത്തിഹയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിസ്മി കൊണ്ട് തുടങ്ങി ആമീനിൽ അവസാനിക്കുന്നതാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. ബിസ്മി ഉൾപ്പെടെ ഫാത്തിഹയിൽ ഉൾപ്പെട്ടതാണ്. അതേപോലെ ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ട മദ്, ഷദ്, ഹർഫുകളൊക്കെ നമ്മൾ ഫാത്തിഹയിൽ ശ്രദ്ധിക്കണം. മൊത്തം 14 ഷദ്ദുകളുണ്ട് ഫാത്തിഹയിൽ. അതൊന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സൂറത്തുകൾ ഓതാറുള്ളത്. എല്ലാ റക്അത്തിലും അവിഭാജ്യ ഘടകമാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. അപ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. 1 നിയ്യത്ത് പറഞ്ഞു, രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞു, 3 ഖിയാമ്, 4 ഫാത്തിഹ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലെത്തി വായിച്ച് നോക്കുക, കാര്യങ്ങൾ പഠിക്കുക. ശേഷം നമ്മൾ അടുത്ത 4 കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 ഫാത്തിഹ, 3 ഖിയാമ്, 4 ഫാത്തിഹ. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 4 കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. ഓരോ പോയിന്റുകളും നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.